എന്നാശ്രയമേശുവിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞാട്ടിൽ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കും ഇപ്പോൾ യേശു. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോൾ. ദൈവമാത്രനോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ദൈവസഭ അല്ലെങ്കിൽ കർത്താവിന്റെ ആലയം എങ്ങനെ പണിയണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നത്. ദൈവസഭ പണിയുന്നതിൽ, ദൈവസഭ എന്ന് പറയുന്നത് ബിൽഡിംഗ് അല്ല, ഈ ബിൽഡിംഗിൽ എങ്ങനെ പണി നടക്കുമെന്നുള്ളതല്ല വിഷയം. ദൈവസഭയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്നുള്ളതിന് ദൈവവചനം വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സെരുബാബേലിന്റെ അടുത്ത് ദേവാലയം വീണ്ടും പണിയപ്പെടുമ്പോൾ ദൈവം സെരുബാബേലിന്റെ കയ്യിലുള്ള എന്താണ് നോക്കുന്നത്? ആ തൂക്കുകെട്ടയാണ് നോക്കുന്നത്, അല്ലെ? കുറവ് തീർക്കുന്ന, ഇല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യമാണ് ദൈവം നോക്കുന്നത്. ഏത് കാര്യങ്ങളാണെങ്കിലും, ഏത് ശുശ്രൂഷയാണെങ്കിലും. അപ്പോൾ ദൈവവചനപ്രകാരം, കർത്താവിന്റെ മാതൃക പ്രകാരം, കർത്താവ് കാണിച്ചു തന്ന അതേ മാതൃക പ്രകാരം ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് ഒരു തൂക്കുകെട്ട അല്ലെങ്കിൽ ഒരു മാതൃക നമുക്കുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ജീവിതവും ദൈവവചനവുമാണ്. അപ്പോൾ ആ മാതൃകയിൽ ബിൽഡ് ചെയ്യാനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എന്റെ ആത്മാവിനാലെത്തണം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കിഷ്ടമുള്ളതുപോലെ ദൈവസഭ ബിൽഡ് ചെയ്യാനായിട്ടല്ല, ദൈവവചനപ്രകാരം ബിൽഡ് ചെയ്യാനായിട്ടാണ് തരുന്നത്. ഞാൻ വീണ്ടും പറയാം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ദൈവവചനപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവ് ദൈവവചനപ്രകാരമല്ല നമ്മുടെ ഇഷ്ടം പോലെ ബിൽഡ് ചെയ്യാനായിട്ടല്ല തരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, എപ്പോഴും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഗ്ലോറി ഒരിടത്ത് വെളിപ്പെടുത്തുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചാണ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രെയിന് ഓടണമെങ്കിൽ എന്തൊക്കെ വേണം? രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ട്രാക്കും വേണം, മറ്റേത് എഞ്ചിനും വേണം. ഇല്ലെങ്കിൽ അതിന്റെ പവർ വേണം, ഫ്യൂവൽ വേണം. ഫ്യൂവല് ട്രാക്കിലൂടെ ഓടാനായിട്ടാണ് ദൈവം കൊടുക്കുന്നത്. ട്രാക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ട്രാക്ക് കണ്ടോണ്ടിരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഫ്യൂവല് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് രണ്ടും കൂടി പോകുമ്പോൾ മാത്രമേ കറക്റ്റായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. അന്നേരം എപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ചയായിട്ട് അത് തന്നെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് ഇത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അങ്ങനെയാണ് എല്ലാ കാലത്തും ദൈവദാസന്മാർ, ദൈവസഭ പണിയപ്പെട്ടിരുന്നത്. മോശ, ദാവീദ്, ശലോമോൻ, എല്ലാവരും, സെരുബാബേൽ, ആരൊക്കെ ദൈവസഭ ദൈവത്തിന്റെ പണി ഏൽപ്പിച്ചു അവരെല്ലാം ആ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വേറെ ചില വാക്യങ്ങൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായം, 9-ാമത്തെ അധ്യായത്തിന്റെ 12, 13, 14 വാക്യം. സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാണിത്. ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിന്റെ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും.
ഓക്കെ. ഇവിടെ ദൈവം ഒരു കവനന്റ് ചെയ്യുന്നതിനെ പറ്റി പറയാണ്. നോഹയുമായിട്ട് ഇല്ലെങ്കിൽ സർവ്വജനവുമായിട്ട് ദൈവം ഒരു കവനന്റ് ചെയ്യാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ സകല ജനത്തിന്റെയും ദുഷ്ടത വലിയതെന്നും അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു. ദ ഗോഡ് സോ ദ വിക്കഡ്നെസ് ഓഫ് മാൻ ഈസ് ഗ്രേറ്റ് ഓൺ ദി എർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ദെൻ ഗോഡ് സെഡ്, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്താണ് ദൈവം പറഞ്ഞത്? ദെൻ ഗോഡ് സെഡ് ലെറ്റ് us മേക്ക് മാൻ. നേരം ദൈവം പറയുകയാണ്. എന്താണ് ലെറ്റ് us മേക്ക് എന്ന് പറയാണ്. ദൈവം പറഞ്ഞു ലെറ്റ് us മേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ അവസാനത്തെ 31-ാമത്തെ വാക്യം പറഞ്ഞത് ദെൻ ഗോഡ് സോ വാട്ട് ഹി മെയ്ഡ് ആൻഡ് ബിഹോൾഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. ആദ്യം എന്താണ് ചെയ്തത്? ദൈവം പറഞ്ഞു ലെറ്റ് us മേക്ക് എന്ന് പറഞ്ഞു. ദൈവം ഉണ്ടാക്കിയതിനെ ദൈവം പിന്നീട് നോക്കി. ദൈവം നോക്കിയപ്പോൾ അത് നല്ലത് എന്ന് കണ്ടു. എന്നിട്ട് ഇതേ കാര്യത്തെ തന്നെ രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം കാണുകയാണ്, വീണ്ടും കാണുകയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവം എന്താണ് കാണുന്നത്? അപ്പോൾ കാണുന്നത് എന്താണ്? ദൈവം അപ്പോൾ കാണുന്നത് നല്ലതായിട്ടുള്ള ചില കാര്യങ്ങളല്ല കാണുന്നത്. എന്താണ്? വിക്കറ്റ്നെസ് ആണ് കാണുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളാണ് ദൈവം കാണുന്നത്. അത് വളരെ മോശമാണെന്നാണ് ദൈവം കാണുന്നത്. ദൈവം അപ്പോൾ കാണുന്നത്, ആദ്യം ദൈവം പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, ലെറ്റ് us ക്രിയേറ്റ് എന്ന് പറഞ്ഞു, ലെറ്റ് us മേക്ക് എന്ന് പറഞ്ഞു. പിന്നെ ദൈവം നോക്കിയിട്ട് പറഞ്ഞു ഇത് വളരെ നല്ലതെന്ന് പറഞ്ഞു. പിന്നീട് ദൈവം പറയുകയാണ്. പിന്നീട് ദൈവം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും പറയുമ്പോൾ എന്താണ് പറയുന്നത്? ദൈവം കാണുന്നത് എന്താണ്? ദൈവം കാണുന്നത് ഇതെല്ലാം വളരെ മോശമായിട്ട് കാണും. അപ്പോൾ ദൈവം വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ദെൻ ലോർഡ് സെഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം പറയാണ് ഐ വിൽ ഡിസ്ട്രോയ്. അതല്ലേ? ആദ്യം ദൈവം ഐ വിൽ മേക്ക് എന്ന് പറഞ്ഞു, എന്നിട്ട് നല്ലതെന്ന് പറഞ്ഞു. പിന്നെ ദൈവം കണ്ടു അത് മോശമാണെന്ന് കണ്ടു. ദൈവം മോശമാണെന്ന് കണ്ടവൻ പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഡിസ്ട്രോയ് മാൻ. എല്ലാത്തിനെയും നശിപ്പിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു ബട്ട് പറയുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെ. ബട്ട് നോവ ഫൗണ്ട് ഫേവർ. മലയാളത്തിൽ ഇങ്ങനെയാണ്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അന്നേരം ഈ എല്ലാ വിക്കറ്റ് ജനറേഷന്റെയും എല്ലാം മോശമായിരിക്കുന്നിടത്ത് ഒരു മനുഷ്യനെ ദൈവം അതിന്റെ ഇടയ്ക്കൂടെ കാണുകയാണ്. അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യോടെ പറയാണ്. എന്താണ് വംശപാരമ്പര്യം? നോഹ നീതിമാനും തന്റെ തലമുറയിൽ, ആ തലമുറ എന്ന് പറഞ്ഞാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്, എല്ലാവരും മോശമായിട്ട് നടക്കുന്ന, എല്ലാവരും വിക്കറ്റായിട്ട് നടക്കുന്ന ആ തലമുറയിൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടി നടന്നു. അങ്ങനെ ആ നോഹയെ കണ്ടുകൊണ്ട് നോഹയെ ദൈവം പെട്ടകത്തിലേക്ക് കയറ്റി സർവ്വഭൂമിയെയും ദൈവം നശിപ്പിച്ചു. ദൈവം നശിപ്പിച്ചതിന് ശേഷം ദൈവം പറയുന്ന ഒരു വാക്യം വീണ്ടും പറയാണ്. അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇവിടെ പറയാണ് മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാണ്. അതിന് വ്യത്യാസമൊന്നും വന്നില്ല. ദൈവം ഈ എല്ലാത്തിനെയും വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഒരു ആൾക്കാരെ നിർത്തിയിട്ട് വീണ്ടും പണി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മനുഷ്യന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മനുഷ്യന്റെ നിരൂപണങ്ങൾ ദോഷമുള്ളതാണ്. പക്ഷേ ദൈവം പറയാണ് ഇനി ഞാനൊരു കവനന്റ് ചെയ്യുകയാണ്. ആ കവനന്റ് പ്രകാരം മനുഷ്യൻ ഇപ്പോഴും മോശം തന്നെയാണ്, മനുഷ്യൻ നന്നായിട്ടൊന്നുമില്ല. എന്നാൽ ഞാൻ മനുഷ്യന്റെ ഈ ദോഷം കണ്ടിട്ട് അവനെ നശിപ്പിക്കാനായിട്ട് മേഘം ഭൂമിയുടെ മുകളിലേക്ക് പൊങ്ങുമ്പോഴേക്കും ഒരു കാര്യം കാണും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 14-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ ദൈവം ഒരു കവനന്റിന്റെ ഒരു വില്ല് കാണും. ആ കവനന്റ് ദൈവം കണ്ടിട്ട് ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവിത ജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമത്തെ ഞാൻ ഓർക്കും. ഐ വിൽ റിമെമ്പർ ദ കവനന്റ്. നേരെ ദൈവം എന്താണ് ഓർക്കുന്നത്? ദൈവം ഓർക്കുന്നത് ഞാനൊരു കവനന്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ആ കവനന്റ് ഓർത്തിട്ട് ദൈവം എന്ത് ചെയ്യുവാണെന്ന് പറഞ്ഞത്? ദൈവം മനുഷ്യനെ നശിപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം ദൈവം മനുഷ്യനെ നശിപ്പിക്കാതിരിക്കുന്നതിന്റെ അവിടുത്തെ അടിസ്ഥാനം എന്താണ്? മനുഷ്യൻ നന്നായി എന്നുള്ളത് കൊണ്ടല്ല,
എന്താണ്? ദൈവം ഒരു കവനന്റ് ചെയ്തു. ആ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ആ കവനന്റ് ഓർത്തിട്ട് ദൈവം മനുഷ്യനെ നശിപ്പിക്കുകയില്ല എന്ന് പറയുകയാണ്. അന്നേരം ദൈവം ചില കാര്യങ്ങളെ റിമെമ്പർ ചെയ്യുന്നു. അത് കാരണം ചില കാര്യങ്ങളെ ദൈവം ചെയ്യാതെ ഇരിക്കുന്നു, ദൈവം മറക്കുന്നു, ഇല്ലെങ്കിൽ ദൈവം ഓർക്കുന്നില്ല. ആ ഒരു കവനന്റിന്റെ ബേസിലാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ. എനിക്ക് ഡീറ്റെയിലേക്ക് പോകാൻ സമയമില്ല. മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു കവനന്റ് മോശയിൽ കൂടി ദൈവം സ്ഥാപിക്കുന്നു. അവസാനമായിട്ടൊരു എറ്റേണൽ കവനന്റ് യേശുക്രിസ്തുവിൽ കൂടി ദൈവം സ്ഥാപിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടി മനസ്സിലാവും. എബ്രായ ലേഖനത്തിൽ ആ കവനന്റിനെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു. ആ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനം 8-ാമത്തെ യെരമ്യാ പ്രവചനത്തിലെ ഒരു പ്രവചനമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് എടുത്ത് കോട്ട് ചെയ്യപ്പെടുന്ന പ്രവചനമാണ്. എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ആ കവനന്റിനെ പറ്റി ദൈവം പറയുകയാണ്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം. ഇവിടെ എല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നിയമം എന്ന് പറയുന്നത് കവനന്റാണ്, ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഇങ്ങനെ ആകുന്നു. വായിച്ചു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനോട് തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. അടുത്ത വാക്യമാണ് ശ്രദ്ധ വയ്ക്കുന്നത്. 12-ാമത്തെ വാക്യത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അന്നേരം ഒരു പുതിയ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പറയാണ്, ഐ വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ. എന്തിന്റെ അടിസ്ഥാനത്തില്? ദൈവം ചെയ്ത ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ. ദൈവം ഒരു കവനന്റ് ചെയ്തിട്ട് ആ വില്ല് കാണുമ്പോൾ ദൈവം പറയാണ്, ഞാൻ ആ കവനന്റിനെ ഓർക്കും എന്ന് പറഞ്ഞതുപോലെ വേറൊരു കവനന്റ് സ്ഥാപിക്കപ്പെട്ടു. എന്ത് കവനന്റാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത്? യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയാണ്, ഇത് എല്ലാവരുടെയും അനേകരുടെ പാപമോചനത്തിനായിട്ടുള്ള പുതിയ കവനന്റിന്റെ രക്തം എന്ന് പറയണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം വെച്ചിട്ട് ആ രക്തത്തിൽ കൂടി ദൈവം ഒരു കവനന്റ് ചെയ്തു മനുഷ്യവർഗവുമായിട്ട്. ആ കവനന്റിന്റെ അണ്ടറിൽ വരുന്ന വ്യക്തികളുടെ പാപം എന്താണ്? ആ വ്യക്തികളുടെ കഴിഞ്ഞകാല പാപം ദൈവം എന്താണ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്? ഐ വിൽ റിമെമ്പർ ദം നോ മോർ എന്ന് പറയാണ്. കാരണം എന്താണ്? ദൈവം നോക്കുന്നത് ആ പാപത്തിലേക്കല്ല, ദൈവം നോക്കുന്നത് ആ പാപത്തിന്റെ മുകളിൽ ദൈവം മനുഷ്യവർഗവുമായിട്ട് വെച്ച കവനന്റിനെയാണ് നോക്കുന്നത്. ആ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പറയാണ്, ഐ വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ. നേരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരു മനുഷ്യന്റെ പാപത്തെ ഇന്ന് കവർ ചെയ്യുകയല്ല ചെയ്യുന്നത്, ദൈവം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഓർക്കുകയില്ല എന്ന് പറയുകയാണ്. അതാണ് യഥാർത്ഥത്തിലെ പുതിയ നിയമത്തിലെ കവനന്റ്, പാപമോചനം എന്ന കവനന്റ്. ഞാനൊരു കാര്യം നിങ്ങളുടെ ഈ കാര്യത്തിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം പറയാണ്, ഐ വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ. ഐ വിൽ നോട്ട് റിമെമ്പർ. ദൈവം റിമെമ്പർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതേ കാര്യം നമ്മൾ റിമെമ്പർ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം റിമെമ്പർ ചെയ്യാത്ത കാര്യത്തെ റിമൈൻഡ് ചെയ്യിക്കുന്ന ആരാണെന്നറിയാമോ? പിശാചാണ്. അന്നേരം പിശാചാണ് ദൈവം റിമെമ്പർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യത്തെ എടുത്തുകൊണ്ടുവന്ന് മനുഷ്യനെ റിമൈൻഡ് ചെയ്യിക്കുന്നു. അതെന്താണ്? ദൈവം പറയാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചിക്കപ്പെട്ട പാപത്തെ ദൈവം പിന്നീട് ഓർക്കുന്നതേയില്ല. ദൈവം അതിനെ പഴയ നിയമത്തിൽ പറയാണ്, ഞാൻ അതിനെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് ഇട്ടിരിക്കുന്നു. ഒരു ദേവദാസ് പറയാണ്, അതിന്റെ മുകളിൽ ഒരു ബോർഡ് കൂടി വെച്ചിട്ടുണ്ട്, നോ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചൂണ്ടയിട്ട് അതിനെ എടുത്തുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളിത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള പോക്ക് തടസ്സപ്പെട്ടു നിൽക്കുന്നത്. പല വ്യക്തികൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ദൈവനെ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ് പാപമോചനത്തിന്റെ അടിസ്ഥാനം? ഇവിടെ പാപമോചനത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഒരു വ്യക്തിയുടെ ദൈവം പാപം മോചിക്കുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയുടെ പാപം മോചിക്കുന്നത്, ദൈവത്തിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ദൈവം കരുണയുള്ളവനുമാണ്, ദൈവം നീതിമാനുമാണ്. ഗോഡ് ഈസ് ജസ്റ്റ് ആൻഡ് ഗോഡ് ഈസ് മെഴ്സിഫുൾ. രണ്ടുമുണ്ട്. എന്നാൽ ദൈവം ഒരു വ്യക്തിയുടെ പാപത്തെ മോചിക്കുന്ന ദൈവത്തിന് ഏത് സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പം പറയാൻ പറ്റില്ല.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഒരു വ്യക്തിയുടെ പാപത്തെ മോചിക്കുന്നത്? ദൈവത്തിന്റെ കരുണ എന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ദൈവത്തിന്റെ നീതി എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിന്റെ രണ്ട് സ്വഭാവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് കരുണയുമുണ്ട്, ദൈവം നീതിമാനുമാണ്. ദൈവം മനുഷ്യന്റെ പാപത്തിനെ മോചിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിന്റെ കരുണ എന്നുള്ള സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണോ, ദൈവത്തിന്റെ നീതി എന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ദൈവത്തിന്റെ നീതി എന്ന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? കറക്റ്റാണ്. എങ്ങനെയാണ് അവിടെ നമുക്കറിയാവുന്നത്? 1 യോഹന്നാൻ 1:9 വാക്യത്തിൽ ദൈവം എന്തുകൊണ്ടാണ് ദൈവം നീതീകരിക്കുന്നത്, ദൈവം പാപം ക്ഷമിക്കുന്നു പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:9. ഇവിടെ പറയാണ്, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൻ കരുണയുള്ളവനാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം ഒരു മനുഷ്യനെ പാപം മോചിക്കുന്നത്. എങ്ങനെയാണ് ആ നീതി എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയാം. ഒരു നീതിയും കരുണയും ശരിക്കും രണ്ടും കൂടി ഒരേ സമയം അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. കരുണയും നീതിയും കൂടി ഒരേ സമയം ഒരു വ്യക്തിയുടെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കത്തില്ല. കാര്യം, ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഒരു തെറ്റ് ചെയ്തു. എനിക്ക് ഒരു 200 KD ഫൈൻ ഇവിടുത്തെ കോടതി വിധിച്ചു. അന്നേരം കോടതിയുടെ ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ജഡ്ജിക്ക് കരുണയുമുണ്ട്, ജഡ്ജിക്ക് നീതിബോധമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ കരുണയുമുണ്ട്, നീതിബോധവുമുണ്ട്. അന്നേരം ഈ ജഡ്ജി ഇത് രണ്ടും കൂടി എന്റെ മേളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കും. ജഡ്ജിക്ക് കരുണ പ്രയോഗിക്കുമ്പോൾ ആ ജസ്റ്റിസ് പ്രയോഗിക്കാനായിട്ട് ഒക്കത്തില്ല. അല്ലെങ്കിൽ ജസ്റ്റിസ് പ്രയോഗിക്കുകയാണെങ്കിൽ കരുണ പ്രയോഗിക്കാനായിട്ട് ഒക്കത്തില്ല. ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തി മുമ്പ് ചെന്ന് നിൽക്കുകയാണ്. ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുകയും ചെയ്യണം, പക്ഷെ ആ വ്യക്തിയുടെ ദയ കാണിക്കുകയും വേണം. ഇത് രണ്ടും കൂടി ഒക്കുമോ? രണ്ടും കൂടി ഒക്കത്തില്ല. ദയ കാണിക്കുന്നിടത്ത് അവിടെ ജസ്റ്റിസ് ഇൻവാലിഡ് ആവുകയാണ്. ജസ്റ്റിസ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ദയ കാണിക്കാനായിട്ട് ഒക്കത്തില്ല. അതായത് ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് ചെയ്യാനായിട്ട് ഒക്കത്തില്ല, അല്ലെ? രണ്ടും കൂടി ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ഒരു കൊലപാതകിയെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ അവിടെ ദയ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. ആ വ്യക്തിയെ വെറുതെ വിടുകയാണെങ്കിൽ അവിടെ ജസ്റ്റിസ് നടക്കുന്നില്ല. അന്നേരം ജസ്റ്റിസും ദയയും നീതിയും കൂടി ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുടെ മേൽ കഴിയുകയില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അന്നേരം യഥാർത്ഥത്തിൽ നിയമം ജസ്റ്റിസും കരുണയും കൂടി ഒരുമിച്ച് നടക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ആ ജഡ്ജി തന്നെ, ന്യായം വിധിച്ച ജഡ്ജി തന്നെ അതിന്റെ ശിക്ഷ ഈ വ്യക്തിക്ക് പകരം ഏറ്റെടുക്കുന്നിടത്ത് മാത്രമേ രണ്ടും കൂടി ഒരുമിച്ച് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. പക്ഷെ അതിന്റെ റിസൾട്ട് ശരിക്കും കരുണയുടെ ബേസിലല്ല, യഥാർത്ഥത്തിൽ ജസ്റ്റിസ് സാറ്റിസ്ഫൈഡ് ആയതിന്റെ പേരിലാണ് ആ വ്യക്തി വെറുതെ വിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കടം, എനിക്ക് ഒരു ഫൈൻ അടിച്ചു, ഒരു ട്രാഫിക് തെറ്റിച്ചതിന് 200 KD ഫൈൻ അടിച്ചു എന്ന് വെച്ചു. ഞാൻ ജഡ്ജിയുടെ അടുത്ത് ചെല്ലുകയാണ്. ജഡ്ജി എനിക്ക് 200 KD ഫൈനും ഇട്ടു. ഫൈൻ ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ പൈസ ഇല്ല കൊടുക്കാനായിട്ട്. പക്ഷെ ജഡ്ജി തന്റെ പോക്കറ്റിൽ നിന്ന് ആ 200 KD കൊടുത്ത് അടച്ച് എന്നെ ഫ്രീ ആക്കി. അന്നേരം ആ അക്കൗണ്ടിൽ, അവിടെ കോർട്ടിന്റെ അക്കൗണ്ടിൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? പിന്നെ 0 ആണ് ബാലൻസ്, അല്ലെ? എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്ക് അടയ്ക്കാനായിട്ട് ഒരു പൈസ പോലും ബാക്കിയില്ല. അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആയി. ലീഗലി ഐ ആം ഫ്രീ. അതൊരു കരുണയുടെ ബേസിലല്ല, ജഡ്ജി കൊടുത്ത ആ പെയ്ഡ് പണത്തിന്റെ പേരിലാണ്. പിന്നെ ഞാൻ അന്നേരം എനിക്ക് പിന്നെ ഒരു കുറ്റബോധം. ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറയാം, നീ പൈസയൊന്നും അടച്ചില്ലല്ലോ, അതല്ല നീ തെറ്റ് ചെയ്തു, നീ പൈസ അടച്ചില്ല, എന്നാ നീ പോയി ഒന്ന് പൈസ അടയ്ക്കാൻ പറഞ്ഞപ്പോ എന്റെ കയ്യിലുള്ള 1 KD ആണെങ്കിൽ 2 KD ആണെങ്കിൽ ഞാൻ കോർട്ടിൽ കൊണ്ട് അടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ കോർട്ടിൽ വാങ്ങിക്കാൻ പറ്റും അവർക്ക്? പറ്റത്തില്ല. കാരണം അവിടെ എന്താണ്? അവിടെ ആ ബാലൻസ് തെറ്റും. കാരണം അവിടെ കാര്യം ക്ലിയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും അവിടെ വിലയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അന്നേരം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പാപം ദൈവം ഐ വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ എന്ന് പറയുന്നത് ഒരു പെയ്ഡ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ മരിച്ചപ്പോൾ യേശുക്രിസ്തു പറയാണ്, ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ, കംപ്ലീറ്റ് ആയിട്ട് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന് ഒരു വിലയുമില്ല. സ്വർഗീയ കോർട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഇല്ല. അന്നേരം നമ്മളുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട്
എന്റെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ട്, എന്റെ പാപം ദൈവസന്നിധിയിൽ ക്ഷമിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവം കണക്കാക്കത്തില്ല. എന്തൊക്കെ ചെയ്താലും ദൈവം കണക്കാക്കത്തില്ല. അതിനൊന്നും ദൈവസന്നിധിയിൽ വിലയില്ലാത്തതിന്റെ കാര്യം, അതിനൊന്ന് നമുക്ക് കൊടുത്തു തീർക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. രണ്ടാമത് അത് ദൈവം കൊടുത്ത് തീർത്തും കഴിഞ്ഞു. പിന്നെ അതിന്റെ മേളിലേക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അന്നേരം നീതീകരിക്കപ്പെടുന്നത് ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ക്ഷമിക്കപ്പെടുന്നത്, പാപം മോചിക്കപ്പെടുന്നത് യേശുക്രിസ്തു കൊടുത്ത രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ഒരു പ്രവൃത്തിക്കും അവിടെ വിലയില്ലാത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം നമ്മൾ ഒരു പ്രവൃത്തിയും കൊണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രവൃത്തിയും കൊണ്ടും നമ്മുടെ പാപം മോചിക്കപ്പെടാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പാപം മോചിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവസന്നിധിയിൽ വാലിഡുമല്ല. ദൈവം അതിനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത് തീർത്ത് കഴിഞ്ഞിരിക്കും ദൈവം പറഞ്ഞിരിക്കും. നമുക്ക് ആ ഒരു വാക്യങ്ങൾ നമ്മൾ വളരെ സ്ഥിരമായിട്ട് വായിക്കുന്ന ചില വാക്കുകളോട് വായിക്കാം. റോമാലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ മേളത്തെ വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ അത്രേ അത് ചെയ്തത്. അന്നേരം ദൈവം ഒരു മനുഷ്യന്റെ പാപത്തെ ശിക്ഷിക്കാതെ വിടുന്നത് നിമിത്തം ദൈവം പ്രദർശിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരുണയല്ല, എന്താണ്? ദൈവത്തിന്റെ ജസ്റ്റിസ് ആണ് പ്രദർശിപ്പിക്കുന്നത്. ജസ്റ്റിസ് ഈസ് സാറ്റിസ്ഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ജസ്റ്റിസിന്റെ പ്രകടനമാണ് ഒരു വ്യക്തിയെ ശിക്ഷിക്കാതെ വിടുന്നത്. അതിന്റെ കാരണം യേശുക്രിസ്തു കാൽവറിയിൽ കൊടുത്ത പാപമോചനത്തിനായിട്ട് കൊടുത്ത രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ. അതിൽ ഞാൻ പറഞ്ഞത്, അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു വ്യക്തിയുടെ പാപത്തെ ഓർക്കുന്നതേയില്ല. ഐ വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ ദാൻ. അന്നേരം പിശാച് ചെയ്യുന്ന ഒരു കാര്യം, പിശാച് മനുഷ്യനെ കണ്ടം ചെയ്യുന്നതിന്റെ കാര്യം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ക്ഷമിക്കപ്പെട്ട, കഴുകപ്പെട്ട, ബ്ലോട്ട് ഔട്ട് ചെയ്യപ്പെട്ട പാപങ്ങളെ കൊണ്ടുവന്നിട്ട് റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതപ്പോൾ ദൈവം, നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസത്താലാണ് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വ്യക്തി പാപം മോചിക്കപ്പെടുന്നു, അവന്റെ പാപങ്ങളെ ദൈവം ഇനി ഓർക്കുകയില്ല. പക്ഷെ ഇതിന്റെ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് അറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിന് 35-ാമത്തെ വാക്യങ്ങൾ നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞ റിപ്പന്റ് എന്നൊരു കാര്യമുണ്ട്. അതായത് ദൈവം പറയണം, അതിന്റെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടണം. റിപ്പന്റൻസ് ആണ് ഫസ്റ്റ് നടക്കേണ്ടത്. റിപ്പന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പാപബോധമുണ്ടായിട്ട് ഒരു വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ് റിപ്പന്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് കവർ ചെയ്യുകയല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്യാണ്, ഐ ആം വൈപ്പിംഗ് ഔട്ട്. ദൈവം പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് റിപ്പന്റ് ആൻഡ് റിട്ടേൺ സോ ദാറ്റ് യുവർ സിൻസ് മേ ബി വൈപ്ഡ് അവേ. അതായത് ദൈവം പറയാണ്, ദൈവം അതിനെ ബ്ലോട്ട് ഔട്ട് ചെയ്യുകയാണ്, പാപത്തെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മായ്ച്ചു കളയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. പഴയ നിയമത്തിലെ ആടുകളുടെയും കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം എന്താണ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത്? പാപത്തെ മറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷെ യേശുക്രിസ്തുവിന്റെ രക്തം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? പാപത്തെ ബ്ലോട്ട് ഔട്ട് മായ്ച്ച് കളയുകയാണ്. രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ കൺഫസ് ചെയ്യണം. കൺഫസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പാപങ്ങളെയും ഓർത്ത് കൺഫസ് ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ റിയലായിട്ട് നമുക്കറിയാവുന്ന പാപങ്ങളെ ദൈവത്തോടും മനുഷ്യനോടും റിയലായിട്ട് കൺഫസ് ചെയ്യണം എന്ന് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കണ്ടീഷൻസ് ആണ്. ഈ റിപ്പന്റൻസ് യഥാർത്ഥത്തിൽ നടക്കണം, യഥാർത്ഥത്തിലുള്ള കൺഫഷൻ നടക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തുവിന്റെ, ഈ റിപ്പന്റൻസിന്റെയും കൺഫഷന്റെ അടിസ്ഥാനത്തിലല്ല
ദൈവം പാപം മോചിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഈ കാര്യം ഉണ്ടായെങ്കിൽ മാത്രമേ അത് നമുക്ക് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. മൂന്നാമതൊരു കാര്യം കൂടി ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾ റിയലായിട്ടും മാഞ്ഞു കിട്ടണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള 15 വാക്യങ്ങളിൽ നമ്മൾ ഇന്നലെ ബൈബിൾ സ്റ്റഡിക്കിടയിൽ ആ ചോദ്യം വന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം ബാക്കിയുള്ളവരുടെ നമ്മോടുള്ള പാപങ്ങളെ എന്ത് ചെയ്യണം? ക്ഷമിച്ചേ ഒക്കത്തുള്ളൂ. ദൈവം അത് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ദൈവം ക്ഷമിച്ച പാപങ്ങളെ ദൈവത്തിന് നമ്മുടെ മേൽ കൗണ്ട് ചെയ്യപ്പെടാനായിട്ട് കഴിയും. ദൈവം അത് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ 3 കാര്യങ്ങൾ ബേസിക്കലി പാപമോചനത്തിന്റെ അടിസ്ഥാനമാണ്. നാം എല്ലാവരുടെയും പാപത്തെ ക്ഷമിച്ച് കഴിയുമ്പോഴല്ല ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നത്. ദൈവം ആദ്യമേ നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്നു. പക്ഷെ അതിന്റെ റിസൾട്ടായിട്ട് നാം മറ്റുള്ളവരുടെ പാപത്തെ ക്ഷമിച്ചേ ഒക്കത്തുള്ളൂ. അത് എത്ര വലുതാണെന്നുള്ളത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിഷയമേ അല്ല. കാരണം നമ്മുടെ പാപം എത്ര വലുതാണെന്നുള്ളത് നോക്കിയിട്ടല്ല ദൈവം ക്ഷമിച്ചത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്ഷമിച്ചേക്കും. അന്നേരം നമ്മൾ വിചാരിക്കും ഇതൊരു എക്സ്ട്രാ കണ്ടീഷനാണെന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഇതൊരു എക്സ്ട്രാ കണ്ടീഷൻ അല്ല. യഥാർത്ഥ മാനസാന്തരത്തിന്റെ യഥാർത്ഥ ലക്ഷണമാണ് ബാക്കിയുള്ളവരുടെ പാപം ക്ഷമിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ദൈവത്തിന്റെ പാപക്ഷമയായിട്ടുള്ള റിപ്പന്റൻസ്, ദൈവത്തിന്റെ പാപക്ഷമ റിസീവ് ചെയ്യേണ്ട കണ്ടീഷനായിട്ടുള്ള റിപ്പന്റൻസിൽ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ബാക്കിയുള്ളവർ പാപം ക്ഷമിച്ചിരിക്കും. ബാക്കിയുള്ളവർ പാപം ക്ഷമിക്കാതെ ഹോൾഡ് ചെയ്തിരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ റിപ്പന്റഡ് അല്ല എന്നാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുന്നത്. അഥവാ അവൻ അങ്ങനെ വേറൊരുത്തന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പാപം ദൈവം തിരിച്ച് വീണ്ടും കണക്കിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ 3 കണ്ടീഷൻസ് ഇല്ലെങ്കിൽ യഥാർത്ഥ 2 കണ്ടീഷനുള്ളൂ. ഒരു കണ്ടീഷൻ, ആ ആദ്യത്തെ കണ്ടീഷന്റെ റിസൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റിപ്പന്റൻസിന്റെ റിസൾട്ടാണ് ഫോർഗീവ്നെസ്. നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്, നാം മാനസാന്തരപ്പെട്ടു എന്നുള്ളതിന്റെ എക്സ്റ്റേണൽ എവിഡൻസ് ആണ് നാം മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കുക എന്നുള്ളത്. 2 കണ്ടീഷനേ ഉള്ളൂ ബേസിക്കലി. 1 മാനസാന്തരപ്പെടുക, 2 യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ കൺഫസ് ചെയ്യുക. അങ്ങനെ കൺഫസ് ചെയ്തവരുടെ പാപങ്ങളെ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 103:12 അവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം എന്താണ് ചെയ്യുന്നുള്ളത്. സങ്കീർത്തനം 103:12 നമ്മൾ വായിക്കാം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം എങ്ങനെയാണ് ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ ലംഘനത്തെ അകറ്റുമെന്ന് അറിയാമോ? ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ലംഘനത്തെ ദൈവം അവനിൽ നിന്ന് അകറ്റിക്കുകയാണ്. പിന്നെ ഒരിക്കലും ഇത് തിരിച്ചു വരാൻ പറ്റാത്ത പോലെ. യെശയ്യാപ്രവചനം അതിന്റെ 38-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യെശയ്യാവ് 38:17 സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായി ഭവിച്ചു, എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞുകളഞ്ഞു. ഇവിടെ പറയുകയാണ് നീ എന്റെ സകല പാപങ്ങളെയും എവിടെ എറിഞ്ഞു കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയാണ് ദൈവത്തിന്റെ പുറകിലേക്ക് എറിഞ്ഞ് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 43:25 ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ അകൃത്യങ്ങളെ മായ്ച്ചു കളയും, ബ്ലോട്ട് ഔട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 43:25 എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. അവിടെ പറയാണ് എന്റെ നിമിത്തം. ദൈവം ഇത് ചെയ്യുന്നത് ദൈവത്തിന്റെ നിമിത്തമാണ്. ദൈവം ചെയ്ത ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് പറയാണ് ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ബ്ലോട്ട് ഔട്ട് ചെയ്യുന്നു. ബ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപത്തെ എടുത്ത് കളയുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാപക്ഷമയല്ല ഇവിടെ പറയുകയാണ് ഐ വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ. എന്നാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ദൈവം ചെയ്യുന്നതിന്റെ ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ. ദൈവം ഒരു വ്യക്തിയുടെ പാപത്തെ ബ്ലോട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള കാര്യം ഈ പാപത്തെ ദൈവം എടുത്ത് വേറൊരു വ്യക്തിയുടെ മുകളിലേക്ക് ഇട്ടു. അതെവിടെയാണ് ഇരിക്കുന്നത്? 2 കൊരിന്ത്യർ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു വ്യക്തി ജസ്റ്റിഫൈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം വീണ്ടും എഴുതിയിട്ടുണ്ട്. പാപമറിയാത്തവരെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇവിടെ പറയാണ് ഒരു വ്യക്തി, ഈ പാപം അറിയാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പാപം അറിയാത്തവനെ എന്ന് പറഞ്ഞാൽ ഈ പാപം ബ്ലോട്ട് എടുക്കാൻ ശക്തിയുള്ള ഒരുത്തനുണ്ടായിരുന്നു. ആ വ്യക്തിയെ, പാപം അറിയാത്തവനെ നാം അവനിൽ എന്താണ് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ
നമുക്ക് വേണ്ടി പാപം ആക്കി തീർത്തു. അത് ലിവിംഗ് ബൈബിൾ പാരഫ്രൈസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫോർ ഗോഡ് took the sinless Christ and poured our sins into him. In exchange he poured God's goodness in us എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് അവിടെ നടന്നു. എന്താണ്? ഒരു വ്യക്തിയുടെ പാപത്തെ ദൈവം ബ്ലോട്ട് ചെയ്തെടുത്തത് വേറൊരു വ്യക്തിയെ കൊണ്ടാണ്. പാപമില്ലാത്ത ഒരു വ്യക്തി ഈ പാപത്തെ മുഴുവൻ ബ്ലോട്ട് ചെയ്തെടുത്തു. മാത്രമല്ല ആ പാപമില്ലാത്ത വ്യക്തിയുടെ ആ നീതി നമ്മുടെ മുകളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അത് കാരണം ആ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ആ വ്യക്തിയുടെ പാപത്തെ ഓർക്കുന്നതേയില്ല. ഐ വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം അടിസ്ഥാനപരമായിട്ട് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയുന്നുള്ളൂ, പക്ഷെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. റിയലായിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് റിപ്പന്റ് ചെയ്ത് കർത്താവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ പാപത്തെ ദൈവം റിമൈൻഡ് ചെയ്യത്തില്ല, ദൈവം റിമെമ്പർ ചെയ്യത്തില്ല, അവനെ കൊണ്ട് റിമൈൻഡ് ചെയ്യിക്കത്തുമില്ല. അന്നേരം നമ്മൾ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവന്റെ ഒരു അടിസ്ഥാനത്തിന്റെയും ബേസിലല്ല, അവന്റെ ഒരു പാസ്റ്റ് സിന്നിന്റെ ബേസിലല്ല, അവൻ എങ്ങനെ ആയിരുന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല, അവനിനി നല്ലവനായിരുന്നു എന്നുള്ളതോ മോശമായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്തത്. അതേ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളും അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ പിശാചാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ റിമൈൻഡ് ചെയ്യിക്കുന്നത്. അന്നേരം നമ്മളും പഴയ ചില കാര്യങ്ങൾ ദൈവം മറന്ന, ദൈവം ഓർക്കാത്ത, ദൈവം ബ്ലോട്ട് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെടുത്ത് നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുകയാണെങ്കിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ചില വിലയിരുത്തുകയാണെങ്കിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും റിജക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദൈവത്തിന്റെ പണിയല്ല, നമ്മൾ ചെയ്യുന്നത് പിശാചിന്റെ പണിയാണ്. അത് ഭാര്യയും ഭർത്താവും ആണെങ്കിലും അത് ചെയ്യുന്നത് പിശാചിന്റെ ഏജന്റാണ് അങ്ങനെ ചെയ്യുന്നത്. അന്നേരം ദൈവം ബ്ലോട്ട്, ഞാൻ ഈ പറയുന്നതിന്റെ കണ്ടീഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു, റിയലി റിപ്പന്റ് ചെയ്ത് പാപം കൺഫസ് ചെയ്ത് മറ്റുള്ളവർ പാപത്തെയും വിട്ടുകൊടുത്ത് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ കവനന്റിന്റെ അണ്ടറിൽ വന്ന വ്യക്തിയുടെ പാപത്തെ ദൈവം റിമൈൻഡ് ചെയ്യത്തില്ല, ദൈവം റിമെമ്പർ ചെയ്യത്തില്ല, അതിനെ നമ്മൾ റിമൈൻഡ് ചെയ്യാനായിട്ട്. അന്നേരം ദൈവം റിമെമ്പർ ചെയ്യാത്തതിനെ നമ്മൾ ഒരിക്കലും റിമെമ്പർ ചെയ്യരുത്, ഒരിക്കലും നമ്മൾ റിമെമ്പർ ചെയ്യരുത്, നമ്മൾ റിമൈൻഡ് ചെയ്യുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ദൈവം ഒരിക്കലും മറക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ദൈവം ഒരിക്കലും മറക്കാത്ത ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്കറിയാമോ എന്താണെന്നുള്ളത്? നമ്മൾ ബൈബിൾ പലയിടത്ത് ദൈവം ഒരിക്കലും മറക്കാത്ത ചില കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്താണെന്നുള്ളത്? ഞാൻ പെട്ടെന്ന് എടുക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ദൈവം ഒരു ചില കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ ഈ രക്തത്താൽ പാപമോചനം പ്രാപിച്ചതിന്റെ നിഴലായിട്ടുള്ള പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ പുറപ്പെട്ട ഒരു ജനം, ആ ജനം അവരുടെ ഓൺവേർഡ് മാർച്ച് മുമ്പോട്ട് പോവാണ്. അവരുടെ ലക്ഷ്യം കനാനാണ്. അങ്ങനെ പോകുമ്പോൾ ഇവർ വളരെ ക്ഷീണിച്ചു. അവർ വളരെ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ ഒരു കാര്യം നടന്നു. 8-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ പുറപ്പാട് 17-7 മുതലുള്ള വാക്യങ്ങൾ, 8 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് 17-8 മുതലുള്ള വാക്യങ്ങൾ. അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുഞ്ഞുപോലെ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശ കൈ ഉറ്റിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലടിച്ചു വെച്ചു. അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും പുറത്തും ഒരുത്തനപ്പുറത്തു നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാഴ്ന്ന വായ്പയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് ശേഷം വായിച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശ അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്ന് അവർ പറഞ്ഞു. ഇവിടെ അമാലേക്ക് എന്ന് പറഞ്ഞ ഒരു കൂട്ടർ വന്നിട്ട് മുമ്പോട്ടുള്ള യാത്രയിൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് യുദ്ധം ചെയ്യണം. ഈ അമാലേക്ക് ആരാണെന്ന് അറിയാമോ?
അങ്ങനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമാലേക്കിന്റെ ചരിത്രം അറിയാമോ? അമാലേക്ക് ആരാണ്? അമാലേക്ക് ആരുടെ കൊച്ചുമോനാണ്? ഇസ്മായേലിന്റെ ആണോ? അറിയത്തില്ല. അമാലിലെ ദൈവത്തിന് യുദ്ധമുള്ള വേറൊരു ആളുണ്ട്. ആരാന്നറിയാമോ? തലമുറയോളം യുദ്ധമുള്ളത്. പഴയ നിയമം എഴുതി ക്ലോസ് ചെയ്യുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ആരത്താണ് യുദ്ധം എന്നുള്ളത്? മലാഖി പ്രവചനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവയോട് ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു. അടുത്ത വാക്യം, എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു, എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏദോം പറയുന്നു. എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും അവർക്ക് ദുഷ്ടദേശമെന്നും. യഹോവ സദാകാലം ക്രൂദ്ധിക്കുന്ന ജാതി എന്ന് പേർ പറയാം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെ ഇരിക്കുന്നത്, ആൻഡ് ദ പീപ്പിൾ ടുവേർഡ്സ് ഹൂം ഗോഡ് ഹാസ് ഇൻഡിഗ്നേഷൻ ഫോർ എവർ. ദൈവത്തിന് സദാകാലം യുദ്ധമുള്ള ഒരു കൂട്ടരുണ്ട്. ആരാണെന്നറിയാമോ? ഏശാവും അവന്റെ സന്തതി പരമ്പരയും. ഏശാവിന്റെ സന്തതി കൊച്ചുമകനാണ് ഈ അമാലേക്ക്. ആ അമാലേക്കിന്റെ അടുത്ത് ദൈവം പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അമാലേക്കിന്റെ അടുത്ത് തലമുറയായി എനിക്ക് ഫൈറ്റ് ഉണ്ട്. നേരെ ദൈവം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനടുത്ത് പറയാണ്, there is a fight. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പാപത്തെ ദൈവം ഓർക്കുന്നില്ല. കഴിഞ്ഞകാല പാപത്തെ ദൈവം വൈപ്പ് ഔട്ട് ചെയ്തു, അതിനെ ഓർക്കുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കണ്ടിന്യൂസ് റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സദാകാലം ഫോർ എവർ ഫൈറ്റ് ഉള്ള ഒരു ജാതിയുണ്ട്. അത് അമാലേക്കാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവ അവിടുത്തെ ഒരു ഓർമ്മ പുസ്തകമായിട്ട് എഴുതി വെക്കണം. ഇറ്റ്സ് എ ബുക്ക് ഓഫ് റിമംബറൻസ്. കണ്ടിന്യൂസ് മറന്നു പോകരുത് എന്ന് പറഞ്ഞ് റിമൈൻഡ് ചെയ്ത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം പറയാണ്, നിങ്ങൾക്കൊരു യുദ്ധമുണ്ട്. ആരത്താണെന്ന് അറിയാമോ? ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫൈറ്റ്. റിമെമ്പർ, അത് ഒരിക്കലും എൻഡ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു യുദ്ധമുണ്ട്. അതിന്റെ അമാലേക്കിന്റെ ഓർമ്മയെ ഞാൻ ഭൂമിയിൽ നിന്ന് ശേഷിപ്പിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇത് റിമൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മുമ്പോട്ട് പോകുമ്പോൾ യോശുവ കനാനിലെത്തുന്നു. കനാനിലെത്തുന്ന യോശുവയുടെ അടുത്ത് ദൈവം കനാനിലെത്തുന്നതിന് മുമ്പ് മോശ ആവർത്തിച്ച് റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളെ മോശ എടുത്ത് ആവർത്തിക്കുകയാണ്. ആവർത്തിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ആവർത്തന പുസ്തകം അതിന്റെ 25-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മുതലായിട്ട് വായിക്കുമ്പോൾ വായിക്കാം. ദൈവം മറന്നുപോകാതെ റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരൊക്കെയും സംഭരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, റിമെമ്പർ what Amalek did to you along the way when you came out of Egypt. അപ്പോൾ ദൈവം പറയാണ്, you must remember one thing. എന്താണെന്ന് അറിയാമോ? നീ ബലഹീനനായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തി ചോർന്നിരിക്കുമ്പോൾ ഒരു ഫൈറ്റ് നടന്ന കാര്യം നീ മറക്കരുത്. ആ ഫൈറ്റിൽ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ജയിച്ചത്? നമ്മൾ ആ വാക്യത്തിലേക്ക് തിരിച്ചു പോകണ്ട, നമുക്ക് വായിച്ചെങ്കിൽ അറിയാം. എങ്ങനെയാണ് ജയിച്ചത്? മോശയുടെ കൈ മലയുടെ മുകളിൽ ഉയർന്നിരിക്കുമ്പോൾ താഴെ ഉള്ള ഫൈറ്റ് ജയിക്കും. മോശയുടെ കൈ താഴുമ്പോൾ താഴെയുള്ള ഫൈറ്റ് തോക്കും. എന്നാൽ യുദ്ധം താഴ്വരയിലാണ് നടക്കുന്നതെങ്കിലും ജയം തീരുമാനിക്കപ്പെടുന്നത് എവിടാണ്? മലയുടെ മുകളിലാണ്. അന്നേരം ജയം തീരുമാനിക്കപ്പെടുന്നത് യുദ്ധം ചെയ്യുന്ന ആളുടെ ശക്തിയിലല്ല, ദൈവത്തിനുള്ള ഡിപ്പെൻഡൻസിലാണ് ഈ ജയവും തോൽവിയും തീരുമാനിക്കപ്പെടുന്നത്. അന്നേരം ദൈവം പറയാണ്, യു മസ്റ്റ് റിമെമ്പർ, നീ ബലഹീനനായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ ഒരു ഫൈറ്റ് നിനക്ക് വരും. അപ്പോൾ എങ്ങനെയാണ് അവൻ നിന്റെ അടുത്ത് യുദ്ധം ചെയ്തതെന്നുള്ളത്, അമാലേക്ക് നിന്റെ അടുത്ത് ചെയ്തത് എന്താണെന്നുള്ളത് ഓർത്തുകൊള്ളുക. റിമെമ്പർ വാട്ട് അമാലേക്ക് ഡിഡ് ടു യു. എന്നിട്ട് അടുത്ത വാക്യം സംഭരിച്ച കാര്യം തന്നെയും ഓർത്തുകൊള്ളുക എന്നുള്ളത്. 19-ാമത്തെ വാക്യം, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്നും വായിച്ചു കളയണം. ഇത് മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്. ആദ്യം പറയാണ് റിമെമ്പർ, അവസാനം ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് എന്ന് പറയാണ്. നീ ഓർക്കണം, നീ മറന്നു പോകരുത്. റിമെമ്പർ എന്നിട്ട് പറയാണ് യു മസ്റ്റ് നോട്ട് ഫോർഗെറ്റ്
ടു റിമെമ്പർ ദിസ് എവറി ടൈം. എന്നാലും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ദൈവം ഓർക്കത്തില്ല, നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം ഒരു കാര്യം ഓർക്കുകയും ചെയ്യും. നമ്മളത് പറയാണ് നമ്മൾ മറന്നു പോകരുതെന്ന് പറയാണ്. പിന്നെ പറയാണ് നിങ്ങളത് ഓർക്കണം, നിങ്ങൾ മറന്നു പോകരുത് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. എന്താണെന്ന് അറിയാമോ? അമാലേക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവൻ എപ്പോഴും ദൈവവുമായിട്ടുള്ള ശത്രുതയിലാണ്. അവനുമായിട്ട് ദൈവത്തിന്റെ ശത്രുതയുണ്ട്. നിനക്ക് അവന്റെ അടുത്ത് ഫൈറ്റുമുണ്ട്, അത് മറക്കരുത്. ഇനി ദൈവം ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുന്നു. രാജാവിനെ തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. ജനം രാജാവിന് വേണ്ടി അയച്ചപ്പോൾ ദൈവം രാജാവിനെ കൊടുക്കുകയാണ്. ശൗൽ എന്ന രാജാവിനെ കൊടുക്കുകയാണ്. ആ ശൗലിന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ദൈവം കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1 ശമൂവേൽ അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു. ഇവിടെ പറയാണ്, ദൈവം പറയാണ്, ഞാൻ അതെന്തെന്ന് അറിയാം, ഞാൻ അന്നേരം തന്നെ എന്റെ ബുക്ക് ഓഫ് റിമംബറൻസിൽ ഞാൻ കുറിച്ച് വെച്ചിരിക്കുകയാണ്. ഞാനത് മറക്കാനായിട്ട് പോകുന്നതേയില്ല. ദൈവം ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ്. ദൈവം പറയാണ് ഒരിക്കലും മറക്കാത്തൊരു കാര്യം ചെയ്യുവാണ് ഞാൻ ഇതിനെ കുറിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ് 3-ാമത്തെ വാക്യം. ആകയാൽ നീ ചെന്ന് അമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ചു കളക. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ, നൗ ഗോ ആൻഡ് സ്ട്രൈക്ക് അമലേക്ക് ആൻഡ് അട്ടർലി ഡിസ്ട്രോയ് ഓൾ ദാറ്റ് ഹി ഹാസ്, ഡു നോട്ട് സ്പെയർ ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നിനെയും സ്പെയർ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമാലേക്കുമായി നിനക്കൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസ് നിനക്കുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫൈറ്റും നീ അവനെ നശിപ്പിക്കാനായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ഒന്നിനെയും സ്പെയർ ചെയ്യരുത്, അവനോട് കനിവും തോന്നരുത്. അവനോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും മുല കുടിക്കുന്നവരെയും കുട്ടികളെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവരെയും അട്ടർലി ഡിസ്ട്രോയ് ചെയ്യണമെന്ന് പറയാണ്. എന്നിട്ട് ഇത് ദൈവം പറയാണ് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ ഒന്നിനെയും സ്പെയർ ചെയ്യരുത്. ഒന്നിന്റെ അടുത്ത് നിനക്ക് ഒരു തരത്തിലുള്ള കനിവും തോന്നരുതെന്ന്. നമുക്ക് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ശൗൽ എന്താണ് ചെയ്തത്? ശൗല് 9-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ബട്ട് സോൾ ആൻഡ് പീപ്പിൾ സ്പേർഡ് ആഗാഗ്. ദൈവം എന്താണ് പറഞ്ഞത്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഡു നോട്ട് സ്പെയർ എനിത്തിങ്. ആഗാഗിനെ ശൗല് നശിപ്പിക്കാതെ ഒരു കോംപ്രമൈസ് ചെയ്തു. ജഡവുമായിട്ട് ഒരു കോംപ്രമൈസ്. ദൈവത്തിന് എപ്പോഴും ശത്രുത എന്നുള്ളത് എന്താണെന്ന് അറിയാമോ? ചിലത് പറയാണ്, ആത്മാവ് ജഡത്തോടും ജഡം ആത്മാവിനോടും കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റിലാണ്. അന്നേരം നമ്മൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ചോയ്സ്. ദൈവം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്ക, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തിയെ നിവർത്തിക്കുക. അന്നേരം ദൈവത്തിന്റെ സൈഡിലാണോ ജഡത്തോടുള്ള കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അത് ദൈവം ഒരിക്കലും മറക്കത്തുമില്ല. ദൈവം നമ്മുടെ മറന്നു കളയാൻ പറഞ്ഞിട്ടുമില്ല. എവിടെ നിങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്താലോ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ എന്താണ് ഒരു കനിവും തോന്നാതെ ഉള്ള ഒരു ഫൈറ്റിലേക്ക് ഏർപ്പെടാനായിട്ട് ഇവരെ വിട്ടു. ഒന്നിനെയും സ്പെയർ ചെയ്യരുത്. കാരണം ഇതൊന്നും നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിന്റെ ഡിപ്പെൻഡൻസിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഡു നോട്ട് സ്പെയർ എനിത്തിങ്. ഒന്നിനെയും ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ ദൈവം മറക്കത്തില്ല, ദൈവം ഓർത്തു വയ്ക്കുകയും ചെയ്യും ഒരു കാര്യത്തിൽ. പക്ഷെ എന്താണ് ചെയ്തത്? ആഗാഗിനെ ഇവൻ സ്പെയർ ചെയ്തു. ദൈവത്തിന് എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറയാണ്, ഐ റിജക്റ്റഡ് സോൾ. ദൈവം ശൗലിനെ തള്ളിക്കളയുന്നു. അന്നേരം താഴേക്ക് വരുമ്പോൾ ശൗൽ എന്താ പറയുന്നത്? പക്ഷെ ശൗല് വരുമ്പോൾ 13-ാമത്തെ വാക്യം, ശൗല് വരുമ്പോൾ പറയാണ് 13. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പറയാണ് ദൈവം എന്താണ് പറഞ്ഞത്? ദൈവം അവിടെ ഈ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം സ്പെയർ ചെയ്തെന്ന് പറഞ്ഞു, ശൗല് സ്പെയർ ചെയ്തു. അന്നേരം ദൈവത്തിന്റെ വാക്യം ക്ലിയർ ആണ്, ദൈവം കാണുന്നതും ക്ലിയർ ആണ്, ദൈവത്തിന്റെ കമാൻഡ്മെന്റും ക്ലിയർ ആണ്. ദൈവം കറക്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ് നോക്കുന്നത്. സ്പെയർ ചെയ്തെന്ന് പറഞ്ഞു, സ്പെയർ ചെയ്തു. ദൈവം അന്നേരം ശമൂവേലിന്റെ അടുത്ത് പറയാണ് 11-ാമത്തെ വാക്യം, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല.
വളരെ ക്ലിയർ ആണ്. കുറച്ച് നിവർത്തിച്ചെന്നോ 90% നിവർത്തിച്ചെന്നോ അല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം പറയാണ്, അവൻ എന്റെ കൽപ്പന നിവർത്തിച്ചില്ല. എന്താണ് അവനോട് പറഞ്ഞു? അവനത് ചെയ്തില്ല. പക്ഷെ ശൗൽ എന്താ പറയുന്നത് അറിയാമോ? ശൗൽ പറയുന്നത് എന്താണ്? ശൗല് ശമൂവേലിനെ കണ്ടപ്പോൾ പറയാണ്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ബ്ലെസ്സഡ് ആർ യു ഓഫ് ദ ലോർഡ്, ഐ ഹാവ് കാരിഡ് ഔട്ട് ദ കമാൻഡ്മെന്റ് ഓഫ്. എന്നിട്ട് പറയാണ്, പ്രൈസ് ദ ലോർഡ്, ഞാൻ ദൈവത്തിന്റെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു പറയാം. അതാണ് നമ്മൾ സാധാരണ പറയുന്ന പോലെ. മന്ത്രി പറയാണ്, പ്രൈസ് ദ ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഐ ഹാവ് കാരിഡ് ഔട്ട് ദ കമാൻഡ്. അന്നേരം പറയാണ്, ഈ ഹല്ലേലൂയയുടെ ഇടയ്ക്കൂടെ ശൗലിന് വേറെ ചില ശബ്ദങ്ങൾ എന്താണെന്ന് അറിയാമോ? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നിൽക്കി ഈ ഹല്ലേലൂയ പറയുന്നതിന്റെ ഇടയ്ക്ക് വേറൊരു ശബ്ദം കൂടെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ആ ശബ്ദം? അവർ പറയാണ്, എന്നാൽ അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന ഈ കാളകളുടെ മുക്കറയും എന്ത് എന്ന് ചോദിക്കുക. അന്നേരം ദൈവം പറയാണ്, ദൈവം ചില കാര്യങ്ങളെ ദൈവം ചില സ്പെസിഫിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേറൊരു രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവത്തിന് മുമ്പ് വന്നിട്ട് പ്രൈസലോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്താണ് പറയുന്നത് അറിയാമോ? ദൈവം പ്രൈസലോടല്ല കേൾക്കുന്നത്. ദൈവം കേൾക്കുന്നത് അതിന്റെ ഇടയ്ക്കൂടെ കേൾക്കുന്ന ചില മുക്കറകൾ കേൾക്കും. മനുഷ്യർക്ക് ചിലപ്പോൾ കേൾക്കാനായിട്ട് കഴിയത്തില്ല, പക്ഷെ ദൈവം കേൾക്കും. ദൈവം പറയാണ്, ഈ സൗണ്ട് ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്നില്ല. ഈ ഹല്ലേലൂയയും മുക്കറയും കൂടെ രണ്ടും കൂടെ മാച്ച് ചെയ്യാതെ പോകുന്ന ഒരു അപശബ്ദമാണ്. നേരെ പറഞ്ഞു, ഇത് എവിടുന്ന ഈ സൗണ്ട് ഈ ശബ്ദം എവിടുന്ന ഈ ഇടയ്ക്കൂന്ന് കേൾക്കുന്ന ഈ മുക്കറയുടെ ശബ്ദം? അന്നേരം ശൗല് പറയാണ്, എന്താണെന്ന് അറിയാമോ? അതെന്താണെന്ന് അറിയാമോ? അവർ പറയാണ്, ഈ കളയുടെ മുക്കറയുടെ ശബ്ദം എന്താണെന്ന്. അപ്പോൾ ശൗല് പറയാണ്, ഞാൻ അവനെ അമലേക്കരുടെ പക്കൽ നിന്ന് കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്തരമായവയെ നിന്റെ യഹോവയ്ക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ ജീവനോടെ സൂക്ഷിച്ചു. ഇംഗ്ലീഷ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഫോർ ദ പീപ്പിൾ സ്പെയർഡ് ബെസ്റ്റ് ഓഫ് ദ ഷീപ്പ് ആൻഡ് ഓക്സൻ ആൻഡ് സാക്രിഫൈസ് ടു ദി ലോർഡ് ആൻഡ് ദ റെസ്റ്റ് വി ഹാവ് ഡിസ്ട്രോയ്ഡ്. ബാക്കിയുള്ളതിനെല്ലാം നശിപ്പിച്ചു. ദൈവം പറയാണ്, നീ ഇതിൽ ഒരു ആടിനെ എനിക്ക് വേണ്ട, നിന്റെ ജഡത്തിൽ നിന്നുള്ള ഒന്നും എനിക്ക് വേണ്ട. നീ ജഡത്തോടൊരു ഫൈറ്റ് തീരുമാനിച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞ കാര്യം ചെയ്യാതെ അതിന്റെ ഇടയ്ക്കും ദൈവത്തിന് സാക്രിഫൈസ് കൊണ്ടുവരികയാണ്. ദൈവം പറയാണ്, എനിക്കിതിന്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം റിമെമ്പർ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം റിമൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ദൈവം പറയുന്നത് പോലെ സീരിയസ് ആയിട്ട് എടുക്കാതെ ഒരു കോംപ്രമൈസ് ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ നയിച്ചിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇതും കൊണ്ട് അതിന്റെ പകരമായിട്ട് ചില ആക്ടിവിറ്റീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവം പറയാണ്, ഇതിനെ എനിക്ക് വേണ്ട. ദൈവം അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നതാണ്. ശൗലിനോട് പറയാണ്, ദൈവം പറയാണ്, ശൗലിനോട് നിൽക്ക, ഈ കഴിഞ്ഞ രാത്രി എന്നോട് ദൈവം അല്ല ചെയ്ത് ഞാൻ നിന്നെ അറിയിക്കാം. അപ്പോൾ പറയാണ്, പറഞ്ഞാലും എന്ന് പറയണം. ഇപ്പോൾ വിചാരിച്ചു, ഓക്കെ, ഇത്രയൊക്കെ ചെയ്തപ്പോ എന്താ ദൈവം പറയാൻ പോകുന്നത്? അടുത്ത വാക്യം പറയാണ്, അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രത്തിന് തലവാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? എന്നിട്ട് പറയാണ്, പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു, നീ അമലേക്കിലാരെ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കുവോളം അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെയിരിക്കെ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തത് എന്ത്? ദൈവം ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലായിരുന്നു? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? ഇതിനെ നിന്റെ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ പ്രശ്നം. ഇവിടെ പറയാണ്, നീ നിന്റെ അടുത്ത് കംപ്ലീറ്റ്ലി നിർമൂലമാക്കുകയും അവ നശിക്കും വരെ അവരോട് പൊരുതാനും പറഞ്ഞിട്ട് വൈ യു ഡിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വൈ യു ഡിഡ് നോട്ട് ഒബേ ദ വോയിസ് ഓഫ് ദ ലോർഡ്, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അന്നേരം വീണ്ടും ശൗൽ പറയുന്നതാണ്, ശൗൽ ശമൂവേലിനോട് 20ാമത്തെ വാക്യം, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു. ഇത് രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവർ രണ്ടും പറയുന്നത്. ദൈവം പറയാണ് നീ അനുസരിച്ചില്ല, ഇവൻ പറയാണ് ഞാൻ അനുസരിച്ചു. എന്നിട്ട് ഏതാ ദൈവം നോക്കുന്ന ഏത് വ്യൂ പോയിന്റ് ഏതാണ്? ഇവൻ നോക്കുന്ന വ്യൂ പോയിന്റ് ആണ്. ഇവൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നോക്കുന്നത്. ദൈവം നോക്കുന്നത് ദൈവം ഇവരുടെ സ്പെസിഫിക് പറഞ്ഞ കാര്യമാണ് നോക്കുന്നത്. നേരെ ദൈവം പറഞ്ഞ സ്പെസിഫിക് കമാൻഡ് മനസ്സിലായിട്ടും അത് ചെയ്യാതെ വേറെ ചിലത് ചെയ്തിട്ട് ഇവൻ പറയാണ് ഞാൻ ദൈവത്തെ അനുസരിച്ചു. ദൈവം ക്ലിയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്തു പറയാണ്, യു ഡിഡ് നോട്ട് ഒബേ മൈ കമാൻഡ്. എന്നിട്ട് ഇവൻ പറയാണ് ഞാൻ യഹോവയുടെ കൽപ്പന. ഇവിടെ പറയാണ്, നീ ഇങ്ങനെ ഇരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ശൗൽ ശമൂവേലിനടുത്ത് പറയാണ്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു. ഇതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ
ദൈവം പറഞ്ഞ കാര്യങ്ങളെ പോലും മനസ്സിലാക്കാതെ നമ്മുടെ കണ്ണിനെ കുരുടാക്കുന്ന ചില കാര്യങ്ങളാണിത്. ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ കോംപ്രമൈസ് ഈ അമാലേക്കുമായിട്ടൊരു സന്ധി കനിവ് തോന്നി ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്ക് പിന്നെ ദൈവം പറയുന്ന പോലും എന്താണെന്ന് മനസ്സിലാവത്തില്ല. പിന്നെ ദൈവത്തിന്റെ ക്ലിയർ കമാൻഡ്മെന്റ് പോലും ഒരു വ്യക്തിക്ക് കേൾക്കാൻ പറ്റാതാവും, ആ വ്യക്തിക്ക് മനസ്സിലാകാൻ പറ്റാതാവും. അവൻ പിന്നെയും പറയുന്നു ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും പറയാണ് ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു. വായിച്ചു, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ചു. യഹോവ അയച്ച വഴിക്ക് പോയി അമാലേക്യരായ രാജാവിനെ കൊണ്ടുവന്നു, അമാലേക്യരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബദാർപ്പിത വസ്തുക്കൾ വിശേഷമായവ ആടുമാടുകളെ കൊളയിൽ നിന്നെടുത്ത് ഗൽഗാലിൽ നിന്റെ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ കൊന്നിരിക്കുന്നു. ശമൂവേൽ പറയാണ്, വീണ്ടും ശമൂവേൽ ഒന്നുകൂടി ക്ലിയർ ആക്കാണ്. ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുന്നു. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരം പോലെ ദോഷമുള്ളതും ശാഠ്യവും മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തു നിന്ന് തള്ളിയിരിക്കുന്നു. ദൈവം പറയാണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ദൈവം കൺസിഡർ ചെയ്യുമോ സഹോദര എന്നാണ് ചോദിക്കുന്നത്. നിന്റെ ഹോമയാഗവും നിന്റെ ഹനനയാഗവും ദൈവത്തിന്റെ കൽപ്പന ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് നീ ചെയ്യുന്ന ഈ കാര്യത്തെ ദൈവം കണക്കിടുമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയാണ്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗവും ഹനനയാഗവും യഹോവയ്ക്ക് പ്രസാദമോ. ഇതാ അനുസരിക്കുന്നത്, യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത്. ദൈവം എന്താണ് പറഞ്ഞതെന്ന് നീ ശ്രദ്ധിച്ച്. എന്താണ് ദൈവത്തിന്റെ കമാൻഡ്മെന്റ്? ഇറ്റ് വാസ് സ്പെസിഫിക്. അതൊരു വളരെ വേഗമായിട്ടുള്ള കാര്യമായിരുന്നില്ല. അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം, ദ റിബല്യൻ അഗൻസ്റ്റ് ദ ഗോഡ്, നിന്റെ റിബല്യൻ നേച്ചർ, നീ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, സ്റ്റോപ്പ് ഇറ്റ് നൗ. അവിടെ പറയാണ്, അത് ഇവിടെ വെച്ച് നീ സ്റ്റോപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ, ഈ റിബല്യൻ എന്താണ് വിളിക്കുന്നത്? മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ്യം വിഗ്രഹാരാധന പോലെയാകുന്നു. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പറഞ്ഞാൽ, ഐ ആം ഗോയിങ് ടു റിജക്ട്. നീ യഹോവയുടെ കൽപ്പനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ശൗൽ അപ്പോഴാണ് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോഴാണ് ശൗല് ആദ്യത്തെ കൺഫെഷൻ ശൗലിന്റെ എടുക്കുന്നത്. എന്താണെന്ന് അറിയാമോ? ശൗല് പറയാൻ എന്താ കാര്യം? ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ടു, അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കും. ഇന്നലെ എത്ര പ്രാവശ്യം പറഞ്ഞു. അവസാനം ഇവൻ പറയാണ് ഞാൻ ചെയ്തു, ദൈവം പറഞ്ഞു നീ ചെയ്തില്ല. ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതെ ബാക്കി ചില കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റ് ആവാൻ വരിക. ദൈവം പറയാണ് ഇങ്ങനത്തെ യാഗങ്ങളുടെ ആവശ്യം എനിക്കില്ല. ഇത് വളരെ ക്ലിയർ ആണ്. ദൈവത്തിന്റെ വചനം വളരെ ക്ലിയർ ആണ്. അവിടെ പറയാണ് അവസാനം ഇത്ര ക്ലിയർ ആയിട്ട് ദൈവം പറഞ്ഞപ്പോൾ ഇവൻ പറയാണ് ഞാൻ എന്റെ പാപം ക്ഷമിച്ച്. എന്നിട്ട് പറയാണ് എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കാൻ എന്റെ കൂടെ പോരണമെന്ന്. അന്നേരം പറയാണ് ഇവൻ പാപം കൺഫസ് ചെയ്യുമ്പോഴും അവിടെ ഒരു ബട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. താഴേക്ക് വരുമ്പോൾ പറയാണ് ഐ ഹാവ് സിൻഡ്, I have indeed transgressed the commandment of the Lord and your words, because I feared the people and listened to their voice. എന്താണെന്ന് അറിയാമോ? മനുഷ്യനെ ഭയപ്പെടുക എന്നുള്ളൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ ദൈവത്തിന്റെ കൽപ്പനയെ പൂർണ്ണമായിട്ടും ചെയ്യാതിരുന്നു. ജഡവുമായിട്ടൊരു കോംപ്രമൈസിലേക്ക് ദൈവം ഇതിനെയൊന്നും കണക്കാക്കത്തില്ല. ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിഞ്ഞകാല പാപങ്ങളെ മുഴുവൻ ദൈവം വൈപ്പ് ഔട്ട് ചെയ്തു. ഒരെണ്ണം നിങ്ങളുടെ അടുത്ത് കൺട്രോൾ ചോദിക്കുന്നില്ല, ഒറ്റയൊരെണ്ണം പോലും. അത് എത്ര കഠിന പാപമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ കഴിഞ്ഞകാല ജീവിതത്തെ സീറോ ആക്കിയിരിക്കുകയാണ്. അത് എത്ര നീതിമാനാണെന്നോ പാപിയാണെന്നുള്ളത് ദൈവത്തിന് വിഷയമില്ലാത്ത രീതിയിൽ വൈപ്പ് ഔട്ട് ചെയ്തു. എന്നിട്ട് പക്ഷെ ദൈവം ഒരു കമാൻഡ്മെന്റ് കൊടുക്കുകയാണ്, നീ മുമ്പോട്ടുള്ള യാത്രയിൽ നിന്റെ ആറ്റിറ്റ്യൂഡ്, നീ ദൈവം കഴിഞ്ഞകാല പാപങ്ങൾ നിന്റെ പാപം ക്ഷമിച്ചത് നീ ദൈവം ഓർക്കാത്തതുപോലെ, പക്ഷെ നീ റിമൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല, നിന്റെ ഉള്ളിൽ ഒരു നന്മയുമില്ല. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. അത് മനസ്സിലാക്കി നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നാണ് നോക്കിയുമ്പോൾ യു ഷുഡ് സെറ്റ് എ ഫൈറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫൈറ്റ് നിലനിർത്തി നീ മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്, അവിടെ താഴെ പറയാണ് ഞാൻ ജനത്തെ ഭയപ്പെട്ടു
അവരുടെ വാക്കനുസരിച്ചാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കിൽ ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് യഹോവയെ നമസ്കരിക്കുകയാണ് നിന്റെ കൂടെ പോരണമെന്ന് പറഞ്ഞു. യഹോവ പറയണം, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് യഹോവയെ നിന്നെയും ഇസ്രായേലിന്റെ രാജസ്ഥാനത്തും തള്ളിക്കിരിക്കുന്നു. പിന്നെ ശമൂവേൽ പോകാൻ തിരിഞ്ഞപ്പോൾ അവന്റെ നിലയങ്കിയുടെ വിളുമ്പ് പിടിച്ചു. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്കു പറയില്ല, അനുദപിക്കുകയില്ല, അനുദപിക്കുവാൻ ഞാൻ മനുഷ്യനുമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവന്റെ റിപ്പന്റൻസ് ശരിയല്ലായിരുന്നു. ഇവനെ റിജക്ട് ചെയ്തതിന്റെ കാര്യം ഇവൻ റിപ്പന്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് ദൈവം റിപ്പന്റ് ചെയ്ത ഏതൊരു വ്യക്തിയെടുത്തും ദൈവം ക്ഷമിക്കും. എത്ര കഠിനപാപമാണെങ്കിലും ഒരിക്കൽ പോലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആണെങ്കിൽ പോലും ദൈവം റിപ്പന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെടുത്ത് ക്ഷമിക്കാതെ ഒരു ചരിത്രം ബൈബിളിലില്ല. പക്ഷെ എന്താ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ റിബല്യൻ ഇവന്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് ഇവന് മാനസാന്തരപ്പെടാൻ കഴിയുന്നില്ല. അവിടെ പറയാണ്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും, അവിടെ പറയാണ്, ഐ ഹാവ് സിൻഡ് ബട്ട് പ്ലീസ് ഹോണർ മീ ബിഫോർ ദ പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഇത് എക്സ്പോസ് ചെയ്യരുത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഇത് കാണിക്കരുത്, എന്നെ ഇത് ഹൈഡ് ചെയ്യണം. കാരണം എനിക്ക് ഇപ്പോഴും മനുഷ്യരെ ഭയമാണ്, മനുഷ്യരെ പ്രീതിപ്പെടുത്തണം. അതുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഇത് എക്സ്പോസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ബട്ടിടുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൗല് റിജക്റ്റഡായിപ്പോയി. ശൗല് റിജക്റ്റഡായതിന്റെ കാര്യം ശൗല് അമാലേക്കുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്തതാണ്. പക്ഷെ അമാലേക്കിന്റെ അടുത്ത് ശൗലിന് കനിവുണ്ടായി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജഡത്തിന്റെ അടുത്ത് കനിവ് തോന്നും, നമ്മൾ സ്പെയർ ചെയ്യാം ചിലതിനെയൊക്കെ. ദൈവം സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് ചിലതിനെ വിട്ടേക്കാം. പക്ഷെ ജഡം ഒരിക്കലും നമ്മുടെ ഒരു ആ കനിവ് കാണിക്കത്തില്ല. ശൗലിനെ കൊന്ന ആരാണെന്നറിയാമോ? ആരാണ് ശൗലിനെ കൊന്നതെന്നറിയാമോ? 2 ശമൂവേൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ശൗല് പട്ടുപോയത് ഒരു വ്യക്തി വന്ന് പറയാം, ശൗലും അവന്റെ മകനായ യോനാഥാനും പട്ടുപോയത് അങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന് ബാൽക്കാൻ പറഞ്ഞത് പറഞ്ഞു, ഞാൻ അന്നേരം ശൗല് ആ യുദ്ധം മുമ്പോട്ട് മുറുകി. ശൗല് തളർന്നു, ശൗല് വീഴാറായി തളർന്നു നിൽക്കുമ്പോൾ ശൗല് പുറകോട്ട് നോക്കുമ്പോൾ ഒരു വ്യക്തി അവിടെ നിൽക്കുകയാണ്. ആരാണെന്നറിയാമോ? ശൗല് സ്പെയർ ചെയ്ത ഒരു കക്ഷി അവിടെ നിൽക്കുക. ഇവൻ എങ്ങനെ അവിടെ വന്നു? കാരണം ശൗല് ഇവനെ കംപ്ലീറ്റ് നിർമൂലമാക്കാൻ പറഞ്ഞിരുന്നത് ശൗല് ഇവനെ ഒന്ന് വിട്ടു. ഇവൻ കറക്റ്റ് സ്ഥലത്തെത്തി. എങ്ങനെയാണെന്നറിയാമോ? ശൗല് തളർന്നിടത്ത്. എവിടെ വെച്ചാണ് ആദ്യത്തെ ഫൈറ്റ് ഉണ്ടായെന്നറിയാമോ? മോശയുടെ അടുത്ത്. മോശയും കൂട്ടരും വെള്ളമില്ലാതെ തളർന്നപ്പോൾ അമാലേക്ക് വന്ന് ഫൈറ്റ് ചെയ്തു. ദൈവം പറഞ്ഞു, ഫൈറ്റ് വിത്ത് ഹിം, ഞാൻ അവനോട് യുദ്ധം ചെയ്ത് അവൻ നിങ്ങളെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. ദൈവം മോശയെ ജയിപ്പിക്കുകയും ചെയ്തു. മോശയുടെ കൈ ഉയർന്നിരുന്നു, മോശയുടെ വടി ഉയർന്നിരുന്നു. ദൈവം ഫൈറ്റ് ചെയ്ത് അമാലേക്കിനെ തോൽപ്പിച്ചു. പക്ഷെ ശൗല് സ്പെയർ ചെയ്ത ആ വ്യക്തി ശൗല് തളർന്നപ്പോൾ അവിടെ വന്നു. ശൗല് പറയാണ്, നീ ആരാണ്? അന്നേരം അവൻ പറയാണ്, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. നീ ആര് എന്ന് ചോദിച്ചതിന് ഞാനൊരു അമാലേക്കൻ എന്ന് പറഞ്ഞു. അന്നേരം ശൗല് പറയാണ്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവനിലിരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അടുത്തു. അന്നേരം പറയാണ്, നീ എന്നെ കൊല്ലണം, എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്താണെന്നറിയാമോ? ഞാൻ തളർന്നു ഇരിക്കുകയാണ്, എന്നെ ഒന്ന് കൊല്ലാനായിട്ട് എന്നെ സഹായിക്കണം. അമലേക്കിന് എന്തൊരു സന്തോഷം എന്നറിയാമോ? ആ ജോലി അപ്പോഴേ ഏറ്റെടുത്തിട്ട് ഇവരുടെ തല വെട്ടി എടുത്തു. അന്നേരം ഞാൻ പറഞ്ഞത്, നമ്മൾ ജഡത്തെ നമ്മൾ ഫൈറ്റ് നമ്മളല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരുദ്ധമല്ലോ. വാക്യം ഒന്ന് എടുക്കാം. ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഞാൻ പറയുന്നു, ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലം. അന്നേരം ദൈവത്തിന് ജഡത്തിനോട് എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ട്. അന്നേരം ഇവിടെ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡാണ് ഇവിടെ വിഷയം.
നമ്മളല്ല ഫൈറ്റ് ചെയ്യുന്നത്, ദൈവമാണ് ഫൈറ്റ് ചെയ്യുന്നത് യുദ്ധത്തിൽ. പക്ഷെ നമ്മൾ അതിന്റെ മുമ്പിൽ നമ്മൾ പക്ഷെ ഒരു കോംപ്രമൈസ് എടുക്കാനായിട്ട്, നമ്മൾ ജനത്തെയോ മനുഷ്യരെയോ ഭയപ്പെട്ടിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ കോംപ്രമൈസിന് ഒരു വില കൊടുക്കേണ്ടി വരും. ആ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡം നമ്മുടെ അടുത്ത് കനിവ് കാണിക്കത്തില്ല. നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മുടെ തല വെട്ടാനായിട്ട് അവന് കഴിയും. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒന്നാമത്തെ കാര്യം, ദൈവം ഒരിക്കലും റിമെമ്പർ ചെയ്യാത്ത കാര്യമാണ്. ഒരിക്കലും റിമെമ്പർ ചെയ്യാത്ത കാര്യം. അതായത് നമ്മൾ റിമെമ്പർ ചെയ്യരുത്, നമ്മൾ ആരെ കൊണ്ടും റിമൈൻഡ് ചെയ്യിക്കരുത്. അങ്ങനെ നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുന്നിടത്ത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നെങ്കിൽ കർത്താവ് പറയാണ്, ഐ വിൽ റിമെമ്പർ ദാറ്റ് സിൻ നോ മോർ. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കൺഫസ് ചെയ്യുന്നുവെങ്കിൽ ദൈവം നീതിമാനാണ്. ദൈവം കരുണയുള്ളതുകൊണ്ടല്ല ദൈവം ആ പാപത്തെ നിങ്ങളുടെ അടുത്ത് കണക്കിടാക്കുന്നത്. ദൈവം നീതിമാനായതുകൊണ്ടാണ്. ദൈവം ആ പാപത്തെ ഓർക്കുന്നതേയില്ല. ആ പിശാചിന്റെ പണി നമ്മൾ ഏറ്റെടുക്കരുത്. ബാക്കിയുള്ളവരെ അവർ ദൈവം ക്ഷമിച്ച പാപത്തിന്റെ മുകളിൽ കുറ്റം വിധിക്കാനായിട്ട് നമ്മൾ നിൽക്കരുത്. പക്ഷെ ദൈവം പറയാണ്, യു മസ്റ്റ് റിമെമ്പർ. നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹോവയ്ക്ക് അമാലേക്കിനോട് ഫൈറ്റ് ഉണ്ട്. നിന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും നന്മയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന് സ്പെയർ ചെയ്തുകൊണ്ട് ഇതും കൊണ്ടൊരു യാഗം കൊണ്ട് വരുന്നരുത്. ദൈവം പറയാണ്, നീ ജഡത്തോടുള്ള ഫൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നും ദൈവം വാൺ ചെയ്യുന്നു. ദൈവം നമ്മൾ സഹായിക്കും.